ആനന്ദ്, ചില സിനിമകളിലൊക്കെ ഈ സീൻ കണ്ട് മടുത്തല്ലേ? വെറും അന്ധവിശ്വാസങ്ങളുടെതെല്ലാം. അങ്ങനെയൊന്നും പറയില്ല റോയിച്ച, ചിലതൊക്കെ ഉണ്ട്. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല. അത് എല്ലാവരുടെ കണ്ണിലൊന്നും കാണില്ല എന്നാ പറയാറ്. ചില നക്ഷത്രക്കാരെ മാത്രമേ ഉപദ്രവിക്കൂന്ന്. അതേതായാലും എൻ്റെ നാളായിരിക്കും. ഇവിടെ മനുഷ്യന്മാരെ കൊണ്ട് തന്നെ വലിയ സ്വീപ്പാ. ഇനി പിശാചുകളെ ഞാൻ സഹിക്കണ്ടേ? ഇതാണ് കുഴപ്പം. മനുഷ്യനെല്ലാം വെറുതെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കൂടി പറഞ്ഞ് വിശ്വസിച്ച് പേടിപ്പിക്കും. ഛേ, എന്തത്? റോയിച്ചിന് കുഴപ്പമില്ല. റോയിച്ചിന് ലേറ്റ് ആയിട്ടാ വരാറ്. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ കാണും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരുന്നവരാ. ഒറ്റയ്ക്കിരിക്കുന്ന ദിവസങ്ങളാ പ്രശ്നം. എല്ലാം ഒത്തിണങ്ങി വന്നിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത്. അതാ ഞാനത് നിങ്ങളോട് പറയാറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിശാച് ബ്രോക്കർ അവനെല്ലാം താർത്തത്. പെൺപ്രേതായ സ്ഥിതിക്ക് ടോണി ഹാപ്പി ആയിരിക്കും. അവൻ അതിനെയും കയറി ലൈൻ അടിക്കും. ഒന്നും നിർത്ത്. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. ഈ കരുക്കടയിലോ അല്ല എങ്ങും. വൃത്തികെട്ട ചിന്താഗതിയുള്ള മനുഷ്യർ താമസിക്കുന്ന ഫ്ലാറ്റിനെക്കാട്ടും നല്ലതാ പ്രേതങ്ങളുള്ള വീട്. ഞാൻ ഏതായാലും തീരുമാനിച്ചു, ഇന്ന് നമ്മളങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. വരേണ്ടവർക്ക് വരാം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എന്നാ കാശ് കൊടുക്കും. ഈ സിറ്റിയിലും പ്രേതോ? ഈശ്വര, എന്തിനാ ഈ ഉപയോഗശൂന്യായ പ്രേതങ്ങളെങ്ങനെ അലഞ്ഞു തിരിയാൻ വിട്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഈ സിറ്റിയിലെങ്കിലും അവരുടെ പെർമിറ്റ് ഒന്ന് റദ്ദാക്കണേ. ചേട്ടാ, കാശ്. ഒരു കാര്യം ചെയ്യും, നീ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാലോ അല്ലേ? ആ, പിന്നെന്താ, ഒപ്പിക്കാലോ. എത്രണ്ണം വേണം നിനക്ക്? അധികം ഉണ്ടോന്നും വേണ്ട. അതും കൊണ്ട് പാറുവിൻ്റെ ജിമ്മിൽ ചെന്നിട്ട് പറയണം, ഡോക്ടർ പറഞ്ഞു ഈ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസേ ചെയ്യാൻ പാടുള്ളൂ, അതും ഇൻസ്ട്രക്ടർ നേരിട്ട് പറഞ്ഞു തന്നെ ചെയ്യാവുള്ളൂ, ഇല്ലേ തുമ്മൽ വരുമെന്ന് പറയണം. ഓക്കെ? പറ്റിക്കാം. അങ്ങനെയാണെങ്കിൽ അധികം അധ്വാനിക്കാതെ അവളെ ട്രാക്കിലാക്കുകയും ചെയ്യാം. അവളുടെ സ്പെഷ്യൽ കെയറിങ്ങും കിട്ടും. എന്താ? ചേട്ടാ, 2 ജ്യൂസ് കൂടി. താങ്ക് യു. പോരെ? ഓ, സമ്മതിച്ചിരിക്കുന്നു. ബുദ്ധിരാക്ഷസൻ തന്നെ, എന്റെ പഞ്ചാര കുഞ്ചു. എന്റെ ഇരട്ട പേര് വിളിക്കാൻ മാത്രം ധൈര്യം ഉണ്ടായിരുന്നു. ചേട്ടാ, 2 പിസ്സ മഷ്റൂം. അത് വിളിക്കാനുള്ള ലൈസൻസ് നമുക്ക് മാത്രമായിരിക്കും പൊണ്ണ. താങ്ക്സ്, മറക്കില്ല. എന്ത് എന്റെ ഇരട്ട പേരാ? അതല്ല, എനിക്ക് അനുവദിച്ച തിരുസ്നേഹം. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്താടാ? ഒന്നുമില്ല. വരൂ. നല്ല ജ്യൂസ് അല്ലേ? അതെ. രക്ഷപ്പെട്ടു. എന്താ, വല്ല ഐഡിയ കിട്ടിയ? അതല്ല, എന്തെങ്കിലും ഐഡിയ കിട്ടിയില്ലെങ്കിൽ സീൻ കോൺട്രാകും മച്ചാനെ. ഓ, സമാധാനമായി. ഇനി എന്തെങ്കിലും കുടിച്ചിട്ടാവാം. പാറുനെന്താ വേണ്ടേ? നീ ഒന്ന് പോയാ മതി. അത് പോകാം, ഒരുമിച്ച് പോവാം. അങ്ങനെ എന്തായാലും പോകുന്നില്ല. വേഗം പോവാ, ബാ എനിക്ക്. അല്ല, ടോണി പിസ്സ കഴിച്ചില്ല. എന്തിനാ കഴിക്കുന്നേ? ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ പറയരുത്. പിസ്സ കഴിച്ചിട്ട് പോവാ പ്ലീസ്. കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തു പറ്റിയടാ? ടോയ്ലറ്റിൽ പോണോ? മതി. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. അത് പോയി വേണ്ടിട്ട് നമുക്ക് അടുത്ത റൗണ്ട് ഇരിക്കാം. ദേ വാക്ക് വാ. എടാ, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? ഉത്തരം ഇങ്ങോട്ട് തിരിച്ചിരുന്ന് പറഞ്ഞാൽ മതി. ശരി, പോവാ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. ടോയ്ലറ്റിലൊക്കെ പോവാം, പക്ഷെ ഇവിടുത്തെ ടോയ്ലറ്റിൽ പോകണ്ട. നമുക്ക് കംഫർട്ട് സ്റ്റേഷനിൽ പോവാം. ഇവിടെ നല്ല സൗകര്യമുള്ളപ്പോൾ എന്തിനാ കംഫർട്ട് സ്റ്റേഷനിലൊക്കെ പോകുന്നത്? ഞാൻ ഒന്ന് പോയിട്ട് വരാം. തിരിയോ? തിരിഞ്ഞാ പാറുവിനെ കിട്ടാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഉറപ്പ്. ബാത്റൂമിൽ പോണം. വാ. തിരിയല്ലേ? എന്താടാ പറയുന്നതൊക്കെ? കംഫർട്ട് സ്റ്റേഷനിൽ പോവാം. പ്ലീസ് പ്ലീസ്. സീന, നീ എന്ത് പറഞ്ഞാലും പറ്റില്ല. ഇവിടെ പോണ്ട, കംഫർട്ട് സ്റ്റേഷനിൽ പോവാം. പറ്റില്ല, ഇനി എനിക്ക് താങ്ങാനാവില്ല. പാറു അല്ലേ? ഹായ് പാറു. ഹായ് നീരജ്, എന്താ ഇവിടെ? ഒറ്റയ്ക്കാണോ? അല്ല, ടോണിയുണ്ട്. കണ്ട്. ടോണി, നീ ഉണ്ടായിരുന്നു അവിടെ? ആഹാ, നിങ്ങളാണ് ഇവിടെ ഇരുന്നത്. ഞാൻ കരുതി വേറെ ആരോ ആണെന്ന്. അല്ലടാ. ഇതാരാ? ഞാൻ പാറുവിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് എന്ന് വെച്ചാ? ഫ്രണ്ട് എന്ന് വെച്ചാൽ സുഹൃത്ത്. തോഴണി നിറത്തും കൂടി ഉണ്ട്. നിനക്കെന്താ? പോ. നിക്ക് ടോണി, ഗ്രാഫ് ഒന്ന് അറിഞ്ഞിട്ട് പോകുന്നതിൽ വിരോധമില്ലെങ്കിൽ. ഇനി രക്ഷയില്ല. അതിനെന്താ, അറിയാം. പാറു, ഇനിയും ലേറ്റ് ആയ ടിക്കറ്റ് തീർന്നു പോകും. വാ, നമുക്ക് പോവാം.
മാറോടുന്നു. രക്ഷപ്പെട്ടു. ഇപ്പോഴാവുന്ന ആശ്വാസമായത്. നല്ല സ്പേഷ്യസ് അല്ലേ റോയിച്ച? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എനിക്കിഷ്ടമായി. എന്താടാ നിന്റെ ഇഷ്ടക്കിടക്കെ മാറിയാ? എനിക്കിത് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കഴിയണം. അവൻ പിന്നെയും തുടങ്ങി ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ. ഇന്ന് രാത്രി ഒന്ന് കഴിഞ്ഞിട്ട് നാളെ നിന്നോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ ഇന്ന് ശരിക്കും ഉറങ്ങാൻ പോവാണ്. എനിക്ക് അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ഡാ ആനന്ദേ, ഇൻ കേസ് നീ പ്രയത്തെ കാണുകയാണെങ്കിൽ നാളെ കാണാന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നതാണ്. ഈ ക്ഷീണം അതിനെ ബാധിക്കില്ല എന്നൊരു അറിയിപ്പുണ്ട്. ശരി മുതലാളി. എന്തിയടാ പോയി കിടന്നുറങ്ങടാ. ഞാൻ ശരി, വേഗം പോട്ടെ.